ലാക്റ്റിക് ആസിഡ് ആണ് നമുക്ക് മസിൽ സോർനെസ് ഉണ്ടാക്കുന്നത് എന്ന് സ്ഥിരം ഡോക്ടേഴ്സും ട്രെയിനേഴ്സും പറയുന്നു. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണാം. ഇത് ഡോക്ടർ ആന്റണി സാർ. സാർ എന്ന് പറയുന്നത് ഓർത്തോ സർജൻ ആണ്, മദർ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. സാർ നമ്മൾ വർക്കൗട്ടിന് ശേഷം സ്ട്രെച്ചിങ്സ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ബിഫോർ ആൻഡ് ആഫ്റ്റർ വർക്കൗട്ട് സ്ട്രെച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴാണെങ്കിലും എന്ത് കാർഡിയോ ആണെങ്കിലും വെയിറ്റ്സ് ആണെങ്കിലും ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ സംഭവിക്കും. അപ്പോൾ അത് നന്നായിട്ട് ഒരു കൂളിംഗ് ഡൗൺ എക്സസൈസും സ്ട്രെച്ചിങ്ങും ചെയ്തില്ലെങ്കിൽ അത് മസിൽ ഇഞ്ചറീസും സ്റ്റിഫ്നെസ്സിനും കാരണമാണ്. ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റബോളിക്കൽ വേസ്റ്റ് പ്രൊഡക്റ്റാണ്. നമ്മൾ ബോഡിയിൽ ഇനഫ് ഓക്സിജൻ കിട്ടില്ല. നമ്മൾ ഇൻറ്റൻസിറ്റി വർക്കൗട്ടോ അല്ലെങ്കിൽ അനഎറോബിക് വർക്കൗട്ടോ ചെയ്യുന്ന സമയത്ത് ഇനഫ് ഓക്സിജൻ കിട്ടില്ല. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ എനർജി ആണ് പൈറുവേറ്റ്, ലാക്റ്റേറ്റ്. ഇതിൻ്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ ലാക്റ്റിക് ആസിഡ് അഥവാ ഹൈഡ്രജൻ അയൺ പ്ലസ് ലാക്റ്റേറ്റ് ആണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓക്സിജൻ എപ്പോൾ എത്തുന്നോ അപ്പം അത് ക്ലിയർ ആകും ചെയ്യും. അഥവാ നിങ്ങളൊരു ഇൻറ്റൻസിറ്റി വർക്കൗട്ട് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് രണ്ട് എക്സസൈസിൻ്റെ ഇടയും റെസ്റ്റ് എടുക്കില്ല. ഈ സമയത്ത് നിങ്ങളുടെ ബോഡിയിലേക്ക് ഓക്സിജൻ നോർമലി എത്തുകയും ആ സമയത്ത് ഏതാണ്ട് 50-60% ലാക്റ്റിക് ആസിഡ് ആ ഭാഗത്തിൽ നിന്ന് റിലീസാവും. അപ്പോൾ നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് ലാക്റ്റിക് ആസിഡ് പെട്ടെന്ന് റിലീസാവും. അതുകൊണ്ടാണ് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ഒരിക്കലും ഒരു പെയിൻ റിസപ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിഫ്നെസ്സോ അല്ലെങ്കിൽ നമുക്ക് ഡാമേജോ സംഭവിക്കില്ല. ലാക്റ്റിക് ആസിഡ് ഒരു മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്റ്റ് മാത്രമാണ്. ഇനി ആരാണ് ഈ പെയിൻ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഈ പെയിൻ ഉണ്ടാകുന്നത്? നമ്മൾ ആ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മസിൽസ് ഡാമേജ് ആവും. അതോടൊപ്പം തന്നെ മസിൽസ് മെമ്പറിൻ ഡാമേജ് ആവും. ഈ മസിൽസ് മെമ്പറിൽ നിന്ന് വരുന്ന ഒരു കെമിക്കൽസാണ്, ഒരു ഫാറ്റ് കെമിക്കൽസ് അല്ലെങ്കിൽ ഫാറ്റ് ലിക്വിഡാണ് അരാക്കിഡോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ അരാക്കിഡോണിക് ആസിഡ് ഒരു COX2 എന്ന എൻസൈം മുഖേന പോസ്റ്റാഗ്ലാഡിൻ എന്ന ഒരു ഫാറ്റ് കെമിക്കൽസ് റിലീസ് ചെയ്യിപ്പിക്കും. ഈ പോസ്റ്റാഗ്ലാഡിൻ E2 എന്ന കെമിക്കൽസാണ് നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഉണ്ടാക്കുന്നതും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ മസിലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതും. അപ്പം നമുക്ക് പെയിൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ പോസ്റ്റാഗ്ലാഡിൻ E2 എന്ന ഫാറ്റ് കെമിക്കൽസാണ്. അഥവാ നമ്മുടെ മെമ്പറിൽ നിന്നും അറാക്കിഡോണിക് ആസിഡ് മുഖേന CO2X എൻസൈം പ്രകാരം പോസ്റ്റാഗ്ലാഡിൻ E2 എന്ന കെമിക്കൽസ് റിലീസാവും. ഈ കെമിക്കൽസാണ് നമുക്ക് മസിൽസ് പെയിനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ സ്വെല്ലിങ്ങും ബോഡി ടെമ്പറേച്ചറും പെയിൻ റിസപ്റ്ററൊക്കെ ഓപ്പൺ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ മസിൽസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ മസിൽസിന് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും എല്ലാ റിപ്പയറിന് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഈ ബ്ലഡ് സർക്കുലേഷനിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെല്ലുകൾ അവിടെ ഇൻക്രീസ് ചെയ്യും. അവിടെ ആൻറ്റി ഇൻഫ്ലമേഷനും പ്രോ ഇൻഫ്ലമേഷനും ഓപ്പൺ ചെയ്യും. പല ഇമ്മ്യൂൺ സിസ്റ്റം റിലീസ് ചെയ്യും. ന്യൂട്രോഫിൽസും അതുപോലെ തന്നെ മാക്രോഫാഗസൊക്കെ റിലീസ് ചെയ്യും. അത് നമ്മുടെ മസിൽസിൻ്റെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ മെറ്റൽ ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ കുറക്കാൻ സാധിക്കും. പറഞ്ഞു വരുന്നത് നമ്മുടെ മസിൽസ് പെയിൻ ഉണ്ടാക്കുന്നത് ഒരിക്കലും ലാക്റ്റിക്കോ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡോ അല്ല, പോസ്റ്റാഗ്ലാഡിൻ എന്ന ഫാറ്റ് ലിക്വിഡാണ്. അഥവാ എക്സ്പെഷ്യലി ഇതൊക്കെ വരുന്നത് നമ്മുടെ omega-3 ഫാറ്റി ആസിഡിൽ നിന്നൊക്കെയാണ്. അതുകൊണ്ടാണ് ആളുകൾ പറഞ്ഞു omega-3 ഫാറ്റി ആസിഡ് ഒരു ആൻറ്റി ഇൻഫ്ലമേഷനാണ്, നമ്മൾ മസിൽസ് റിക്കവറിന് ഏറ്റവും നല്ല സഹായിക്കും എന്നൊക്കെ പറയാൻ കാരണം. ചില ആളുകൾ പറയും നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ വീണ്ടും അതിന് വർക്കൗട്ട് ചെയ്യണം, അത് നല്ല പെയിനാണ് എന്നൊക്കെ. എന്നാൽ ഈ പെയിൻ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പോസ്റ്റാഗ്ലാഡിൻ പെയിൻ റിസപ്റ്റർ ഓപ്പൺ ചെയ്യാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് ബോഡി നിങ്ങൾക്ക് തരുന്ന ഒരു സിഗ്നലാണ്. ഇവിടെ നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്തിട്ട് ഡാമേജ് ഉണ്ട്, അതിന് റീപ്ലേസ്മെൻറ്റ് നടക്കുകയാണ്, നിങ്ങൾ 2 ദിവസമെങ്കിലും ഇതിന് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കണം എന്നുള്ള സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പെയിൻ റിസപ്റ്റർ ഓപ്പൺ ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് പെയിൻ ഉണ്ടെങ്കിൽ ആ വ്യക്തി പിന്നെ അവിടെ കൂടുതൽ ഫോഴ്സ് കൊടുക്കാൻ സാധിക്കില്ല. അതാണ് പെയിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്നു, എത്രത്തോളം നിങ്ങൾ മസിൽസ് മെമ്മറി മസിൽസ് ഡാമേജ് ആയിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള പോസ്റ്റാഗ്ലാഡിൻ എന്ന E2 എന്ന ഒരു ഫാറ്റ് കെമിക്കൽസ് നിങ്ങൾ ബ്ലഡിലുണ്ടാകും, ബോഡിയിലുണ്ടാകും, മസിൽസിൻ്റെ ആ സൈഡിലുണ്ടാകും. അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് പെയിൻ റിസപ്റ്റർ ഓപ്പൺ ചെയ്യും. എത്ര കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ പെയിൻ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവിടെ കൂടുതൽ ഫോഴ്സ് കൊടുക്കരുത്. എത്രത്തോളം പെയിൻ ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ റെസ്റ്റ് കൊടുക്കണം. പെയിൻ ഉണ്ട് എന്ന് കരുതി നിങ്ങൾ കൂടുതൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും ഡാമേജും കൂടുതലും മറ്റുള്ള ഫീവറിലേക്ക് എത്തും. അഥവാ പോസ്റ്റാഗ്ലാഡിൻ ലെവലിൽ നിങ്ങൾക്ക് ഫീവർ വർദ്ധിപ്പിക്കും. അഥവാ പോസ്റ്റാഗ്ലാഡിൻ പനി ഉണ്ടാക്കാനും ബോഡി ടെമ്പറേച്ചർ കൂട്ടാനും ഒരു കാരണക്കാരനാണ്. അപ്പോൾ പോസ്റ്റാഗ്ലാഡിൻ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാകും. അത് പെയിൻ ഉണ്ടാകാൻ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ റെസ്റ്റ് കൊടുക്കണം, ഇവിടെ നിങ്ങൾ ഫോഴ്സ് കൊടുക്കരുത് എന്നത് അർത്ഥമാക്കിയിട്ടാണ് അവിടെ പെയിൻ റിസപ്റ്റർ ഓപ്പൺ ചെയ്യുന്നത്.